ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 2-ാം വാരം ശനി. നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന വചനഭാഗം മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. വിശ്വാസത്തിന്റെ അപ്പൊസ്തലനായ വിശുദ്ധ പൗലോസിന്റെ മാനസാന്തര തിരുനാൾ തിരുസഭ ആഘോഷിക്കുമ്പോൾ വിശ്വാസത്തിന് വളരെയേറെ ഊന്നൽ നൽകിക്കൊണ്ടാണ് മാർക്കോസ് സുവിശേഷകൻ ഇവിടെ സംസാരിക്കുന്നത്. നാം ഒരു ചിത്രം ചില സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു സത്രത്തിന്റെ പുറത്ത് വാതിലിന് മുന്നിൽ നിൽക്കുന്ന യേശുനാഥനെയാണ് നാം അവിടെ കാണുന്നത്. പക്ഷേ വാതിലിന് പുറത്ത് നിന്ന് തുറക്കാനുള്ള പിടിയില്ല, മറിച്ച് അകത്തുള്ള വ്യക്തിക്ക് ആ വാതിൽ തുറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ചിത്രം സൂചിപ്പിക്കുന്നത് സത്രം ഇവിടെ നമ്മുടെ ജീവിതമാണ്. ജീവിതമാകുന്ന സത്രത്തിന് പുറത്ത് ക്രിസ്തു നമുക്കായി കാത്തു നിൽക്കുകയാണ്. വിശ്വാസമാകുന്ന വാതിൽ നാം തുറന്നാലേ ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശ്വാസം എന്ന യാഥാർത്ഥ്യത്തിന് കർത്താവ് വലിയ പ്രാധാന്യം തൻ്റെ ജീവിതത്തിൽ നൽകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ വലിയ വിശ്വാസത്തോടെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ച രക്തസ്രാവക്കാരിയായ ആ സ്ത്രീയെയും, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും എന്ന് പറഞ്ഞ ശതാധിപനും, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് ഉറക്കെ തൻ്റെ വിശ്വാസം പ്രഘോഷിച്ച ബർത്തേമിയൂസ് എന്ന അന്ധയാചകനും കർത്താവായ യേശുക്രിസ്തുവിന് പ്രിയപ്പെട്ടവരായിട്ട് മാറിയത്. ഇന്ന് നാം വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പ്രത്യേകം ധ്യാനിക്കുമ്പോഴും വിശുദ്ധൻ ഇത് തന്നെയാണ് നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്: നാം എല്ലാവരും ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് നീതീകരിക്കപ്പെടുന്നതെന്ന്. കാരണം നിയമത്തിന് മുന്നേ വിശ്വാസം നിലനിന്നിരുന്നു. അതിൽ നീതീകരിക്കപ്പെട്ടവരാണ് നമ്മുടെ പൂർവ്വപിതാക്കൾ. കർത്താവ് ആഗ്രഹിച്ച ഈ ഒരു വിശ്വാസം തൻ്റെ ജീവിതത്തിൽ പ്രഘോഷിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ പത്രോസും. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനോടുള്ള വിശ്വാസം വലിയ രീതിയിൽ പ്രഘോഷിച്ച വിശുദ്ധ പത്രോസ് തൻ്റെ ബലഹീനതയിൽ ആ വിശ്വാസം കൈവിടുന്നുണ്ട്. 3 പ്രാവശ്യം കർത്താവിനെ തള്ളി പറഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തെ ഉപേക്ഷിച്ച പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശേഷം താൻ ഉപേക്ഷിച്ച ആ വിശ്വാസം വീണ്ടും ശക്തിയോടുകൂടെ പ്രഘോഷിച്ചുകൊണ്ട് 3000-ഓളം പേരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലും നീറോ ചക്രവർത്തിയുടെ മുമ്പിലായിരിക്കുമ്പോഴും തലയുയർത്തിക്കൊണ്ട് അതേ വിശ്വാസം ധൈര്യത്തോടുകൂടെ വിശുദ്ധൻ പ്രഘോഷിക്കുകയും ചെയ്തു. ആയതിനാൽ നമുക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം: കർത്താവെ, അങ്ങയിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന അചഞ്ചലമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന്. അങ്ങനെ മറ്റൊരു പൗലോസും പത്രോസും ബർത്തേമിയൂസും ഒക്കെയായി മാറി യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.